യേശു നിൽക്കുന്നത് ഒരു കടൽ തീരത്താണ്. യേശുവിന് മുമ്പിൽ വലിയൊരു ജനക്കൂട്ടമുണ്ട്. യേശുവിനോട് സംസാരിക്കണം. അതുകൊണ്ട് യേശു എളുപ്പത്തിനൊരു കാര്യം ചെയ്തത് ഒരു വഞ്ചി അല്പം കരയോട് ചേർത്തിടാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിലാണ്, യേശു ഒരു വഞ്ചിയുടെ പുറത്തും. യേശു എന്നിട്ട് സംസാരിക്കുകയാണ്. സംസാരിക്കുന്നിടം കടലും കടൽ തീരമാണല്ലോ. സംസാരിച്ച് തുടങ്ങിയപ്പോൾ വിഷയം ഡൈവേർട്ടായി. യേശു സംസാരിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. വിതക്കാരൻ്റെ ഉപമയാണ് ഇത്. യേശു പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാര്യം, ഈ കടൽ തീരത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ താമസിക്കുന്നതും കടലുമായി ബന്ധപ്പെട്ട മനുഷ്യരൊക്കെ ആയിരിക്കുമല്ലോ യേശുവിന് മുമ്പിൽ നിൽക്കുന്നത്. അവരാണെങ്കിൽ വലയും കടലും മീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് കൃഷി എന്തെന്നോ വിത എന്തെന്നോ അറിയില്ല. അത്ര പ്രാക്ടിക്കലി അവർക്കിത് ചെയ്യ ശീലം ഉണ്ടായില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യരാണ് ക്രിസ്തു നിന്ന് കൃഷിയെക്കുറിച്ചും വിതയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. യേശു സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാത്ത ഒരു ജനത്തിനു മുമ്പിലാണ് യേശു സംസാരിക്കുന്നത്. യേശു പറഞ്ഞു, ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. പിന്നീട് അങ്ങ് പറഞ്ഞു തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. പ്രിയമുള്ളവർ, ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. യേശു ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും, നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ. അതല്ലേ നമ്മൾ ചില സമയത്തൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ചിന്തിക്കുന്നത്, എനിക്കെന്താ ഇതിങ്ങനെ സംഭവിക്കുന്നത്, ഇതെന്താ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി എങ്ങനെ ശരിയാവും, ഞാൻ ഇങ്ങനെയല്ലല്ലോ ആഗ്രഹിച്ചത്, ഇതിനു വേണ്ടിയല്ലോ ഇത്രയും നാളെ ഞാൻ കഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഒത്തിരിയേറെ മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇന്നത്തെ ഗോസ്പലിൽ സംഭവിച്ചത്. മനസ്സിലാകാത്ത, ജീവിതവുമായി ഒരു ബന്ധമില്ലാത്ത മനുഷ്യരുടെ മുമ്പിൽ യേശു പുതിയൊരു സബ്ജക്റ്റ് നൽകി. ഇത് പറഞ്ഞപ്പോൾ അവർക്കൊട്ടും മനസ്സിലായില്ല. അവരിങ്ങനെ വണ്ടറായിട്ട് നിന്നു. ഗോസ്പൽ അവസാനിക്കുമ്പോൾ കൂടുന്ന ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് പ്രൈവറ്റായിട്ടെന്ന് അവർ ചോദിച്ചു, ഇതെന്താണെന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് പിടുത്തമൊന്നും കിട്ടിയില്ല. ഒരു വിതക്കാരനെന്നും വിത്തെന്നും അത് പാറപ്പുറത്ത് വീണെന്നും മണ്ണ് അധികമില്ലാത്തയിടത്ത് വീണെന്നും മുൾച്ചെടിയിൽ വീണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ ഉദ്ദേശിച്ചത്? കാര്യം, ഈ കൂടുന്ന ശിഷ്യന്മാരൊക്കെ മീൻപിടുത്തമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട ആരും അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 12 പേർക്കും പരസ്പരം ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ട് പിന്നീട് അവർ കുറച്ചുകൂടെ കഴിയുമ്പോൾ പ്രൈവറ്റ് യേശുവിനോട് ചോദിക്കും, അല്ല എന്ന് പറഞ്ഞ ഉപമ എന്താണ്, മനസ്സിലായില്ല. ഇതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ചില കാര്യങ്ങൾക്ക് മനസ്സിലാകില്ല. എന്താ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ ശരിയാവും. ജീവിതത്തിൽ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കൂടെയുള്ളവർക്കത് മനസ്സിലാകില്ല. കാര്യം ദൈവത്തിൻ്റെ വർക്കാണ്. ദൈവത്തിന് ചില തീരുമാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമുക്ക് വ്യക്തത ഉണ്ടാവില്ല. നമ്മൾ തൊട്ടടുത്തിരിക്കുന്നിടത്തൊക്കെ നമ്മൾ ചോദിക്കും, ഇതെന്താ ഇങ്ങനെ. അതില്ലേ നമ്മൾ ചിലപ്പോഴൊക്കെ ചെയ്യുന്നത്, നമ്മൾ കൂടെയുള്ള മനുഷ്യരോടൊക്കെ ഒത്തിരി സങ്കടപ്പെടും. നമ്മുടെ സങ്കടങ്ങളും വേദനകളൊക്കെ നമ്മൾ പറയും. ഇത്രയും കാലം കൂടെയുള്ള മനുഷ്യരോട് സങ്കടപ്പെട്ടിട്ടും വേദനപ്പെട്ടിട്ടും കണ്ണുനീരൊക്കെ ഒഴുക്കിയിട്ടും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? അതാണ് വ്യത്യാസം. മനുഷ്യരോട് സംസാരിച്ച്, മനുഷ്യരോട് കരഞ്ഞ്, മനുഷ്യരോട് വ്യാപലാതിപ്പെട്ടിട്ട് എന്ത് പരിഹാരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഇങ്ങനെ പരസ്പരം ചോദിച്ചിട്ട് ശിഷ്യന്മാർ ക്ലാരിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ട് അവസാനം അവർ ക്രിസ്തുവിനോട് തന്നെ സംസാരിച്ചു. അല്ല, എന്താ ഈ പറഞ്ഞത്? അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് ഉത്തരം കിട്ടി. എന്താണ് കൃഷി, എന്താണ് വിതക്കാരൻ, എന്താണ് അതിൻ്റെ വിളവെടുപ്പ്, എല്ലാം ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മനസ്സിലാകാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പരസ്പരം ചോദിക്കുന്നുമുണ്ട്. കാര്യങ്ങൾക്കൊരു വ്യക്തതയും കിട്ടുന്നില്ലല്ലോ. ഇനി ചോദിക്കേണ്ടത് അവനോട് തന്നെയാണ്. ആരാണോ സ്ക്രിപ്റ്റ് എഴുതിയത് അവനോട് തന്നെ ചോദിക്കണം, എന്താ നീ ഉദ്ദേശിച്ചത് എൻ്റെ ജീവിതത്തിൽ. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നീട് നല്ല ക്ലിയറാണ് കാര്യങ്ങൾ. കുറച്ചും കൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇതുവരെ മനസ്സിലാകാത്തൊരു സ്ക്രിപ്റ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫ് വീണ്ടും വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. സ്ക്രിപ്റ്റ് ആരാണോ എഴുതിയത് അവനോട് തന്നെ ചോദിക്കണം. അവൻ ഉത്തരം നൽകാതിരിക്കില്ലല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തോട് നിലവിളി
ചോര